ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ്. വി ആർ ഗോയിങ് ടു കോഴിക്കോട്. നമ്മളിപ്പോൾ രാവിലെ 5 മണിയാണ്. ഞങ്ങൾ പാലക്കാട് ടു കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഫറൂഖിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ കടലുണ്ടി ഐലൻഡ് ബോട്ടിങ് അങ്ങനെ എന്തൊരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ സമയം 7:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര വിശന്നിട്ടിരിക്കുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഇറങ്ങി പാരഗണിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. കടലിലേക്ക് ടിക്കറ്റ് കിട്ടി. ഇവിടെ ഞങ്ങൾ ട്രെയിനിൽ തന്നെയാണ് പോണത്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം വിശപ്പ് മാറ്റാൻ പഴംപൊരിയും പരിപ്പോടൊക്കെ വാങ്ങി. ബട്ട് അട്ടർ ഫ്ലോപ്പാണ് ഗൈസ്. ഞങ്ങൾ സക്സസ്ഫുള്ളി അങ്ങനെ കടലുണ്ടി എത്തി. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ കടലുണ്ടി എത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ് മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. സോ ലെറ്റ്സ് സീ ദെയർ. ഈ ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സും ബോട്ടിങ്ങും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മാംഗ്രോവ് ഫോറസ്റ്റ്. പക്ഷേ ഈ വൈബൊക്കെ കാണുമ്പോൾ എനിക്ക് മുന്നേ ആലപ്പുഴ പോയതാണ് ഓർമ്മ വരുന്നത്. സെയിം ആ ആലപ്പുഴ കായലിലേക്ക് വൈബാണ്. നല്ല രസമുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇത് കായലും അപ്പുറത്ത് ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്ത് കടലുമാണ്. കടലും കായലും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണത് ഗൈസ്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരുമ്പോൾ കടലിൻ്റെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അടിപൊളിയാണ് ഈ കായലിലുള്ള ബോട്ട് റൈഡ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകണേ ഉള്ളൂ, അത് കാണിച്ചു തരാം. ഈ ഒരു റീജിയൻ കടലുണ്ടി ബേർഡ് സാങ്ച്വറി ആണ്. അടുത്ത മാസം മുതൽ വിദേശ പക്ഷികളാണ് ഇവിടെ വരിക എന്നാണ് പറയണത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇവിടെയുള്ള കൊറ്റികളെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. വെറൈറ്റി ഓഫ് ബേർഡ്സ് ഒന്നും ഇല്ല. കടകൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതാണെന്നാണ് പറയുന്നത്, കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. നിങ്ങൾ കടലുണ്ടിയിൽ ഇങ്ങനെ ബോട്ടിങ്ങിന് വരികയാണെങ്കിൽ ഇവിടെ തന്നെ അടുത്ത സ്റ്റോപ്പിലും ഒക്കെ ആയിട്ട് കുറേ പ്രൈവറ്റ് ബോട്ടിങ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വന്നത് ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ രണ്ടും ഡിഫറൻസ് ഉണ്ടാവും. പ്രൈവറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അത് നേരത്തെ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വരേണ്ടത്. ഇത് നേരത്തെ ബുക്കിംഗ് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ 8 പേർക്കായിരിക്കാൻ പറ്റുക. ഒരു ബോട്ടിന് 1 അവർ ചാർജ് 1000, 2 അവറിന് 1600 പിന്നെ 8 പേരുള്ള ബോട്ട് റൈഡ് തന്നെ വേണം നിർബന്ധമില്ല. ഞങ്ങളിപ്പോൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേരായിട്ടാണ് വന്നത്, ഒരു ബോട്ട് മാത്രം എടുത്തിട്ട്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാംഗ്രോവ് കണ്ടൽക്കാട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കുറച്ച് നേരം അവർ നിർത്തി തന്നു. ഇവിടെ ഫോട്ടോസ് എടുത്തു. ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. മാംഗ്രോവ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എത്തി. നമ്മൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ട് റൈഡ്. പക്ഷെ കുറച്ച് ക്ഷീണിച്ചു വെയിലുള്ള കാരണം. കഴിക്കാൻ ഇവിടെ കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടായ പാരഗണിലേക്കാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് കാണിച്ചു. നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ് വന്നു. ഇത് സ്ക്യൂഡ് ഡ്രൈ ഫ്രൈ, ഇത് കക്ക ഡ്രൈ ഫ്രൈ. ഞങ്ങൾ രണ്ടും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ 2 ഡിഫറെൻറ്റ് ബിരിയാണി. ഹലോ, ഞങ്ങൾ പാരഗണിലുള്ള ഒരു അടിപൊളി ഹെവി ലഞ്ചിന് ശേഷം എത്തിയിരിക്കുന്നത് സരോവരം ബയോ പാർക്കിൽ ഞങ്ങൾ വന്നു. കുറേ നടന്നു. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ റെസ്റ്റ് എടുക്കുകയാണ്. ചുമ്മാ അവിടെ ഇരുന്നിട്ട്. ഇവിടെ കുറേ കാടുകളും വേറെ എന്തൊക്കെയോ ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്തിയത് ഗുജറാത്തി സ്ട്രീറ്റിലാണ്. ഗൈസ്, ഇത് അടിപൊളി, ഭയങ്കര യൂഷ്വലി ഇത് കോഴിക്കോട് വിസിറ്റ് ചെയ്തവർ വരാത്തൊരു പ്ലേസാണ്. ഞങ്ങൾ കുറേ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് വന്നതാണ്. പക്ഷേ വർക്ക് ഫോർ കമ്മിങ്. അടിപൊളി പ്ലേസാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമായി. കുറേ ആൻറ്റി കളക്ഷൻസും എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഒബ്ജക്ട്സും എല്ലാ കോർണേഴ്സും അടിപൊളി കാണിച്ചു തരാൻ.
നമ്മൾ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. വേറെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല, കണ്ട പരിചയമുള്ളൂ. ഗൈസ്, ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂമുണ്ട്. ജയില് പോലെയൊക്കെ ഉള്ളത്, കയ്യിൽ കെട്ടാനുള്ള വെള്ളങ്ങൊക്കെ ഉണ്ട്. പോയി നോക്കാൻ. ഇവിടെ ഒന്നും കള്ളിയിട്ടാണ്, ഇതിന്റെ ഉള്ളിക്കും എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ പണ്ടത്തെ ജയിൽ എന്തോ ആണ്. എത്ര നേരം കാണിച്ച ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 90s പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ. ഒരു പീസ്ഫുൾ മൈൻഡ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റിലാക്സിങ് ഫീൽ. നമ്മൾ കുറേ നേരം അവിടെ വെറുതെ ഇരുന്നു. സോനു ഉറങ്ങി, ഞങ്ങൾ രണ്ടുപേരും ചെസ്സ് കളിച്ചു. അങ്ങനെ ഭയങ്കര വൈബായിരുന്നു. ഇനി ഇതേപോലെ വേറെ ഒരു പ്ലേസ് ഉണ്ട്, അപ്പോൾ അവിടേക്കാണ് പോകാൻ പോകണം. അടുത്തത് ഗുദാം കഫേയിലേക്ക് എത്തി. ഇത് ഇതുപോലെ അടുത്തൊരു കഫേയാണ്. വാവ്, ഒന്നും പറയാനില്ല, അടിപൊളി. അവിടത്തെക്കാളും സീനറി സ്പേസുള്ള സ്പോട്ടായത്. ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി, കോഴിക്കോട് ബീച്ചിലെത്തി. ഞങ്ങൾ ഗുദാം കഫേന്ന് ഇറങ്ങി. അവിടെ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ലായിരുന്നു. ആൻഡ് അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് കോഴിക്കോട് ബീച്ച്. ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തെരുവ് SM സ്ട്രീറ്റ്. അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ പോയ സ്പോട്ടിനേക്കാളും ഇവിടെ കുറച്ച് ക്രൗഡഡാണ്. അങ്ങനെ സെക്കൻഡ് കടയിലുള്ള പർച്ചേസും കഴിഞ്ഞു. ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയം, ഇനി എന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ടൈം 6:30, 7:30ക്കാണ് ഞങ്ങളുടെ ട്രെയിൻ. ഇനിയുള്ള ടൈമിൽ സ്റ്റേഷനിൽ എത്തണം. എന്താവും നോക്കാം. ഹൈ ഗൈസ്, അങ്ങനെ എനിക്കും എൻ്റെ വീട്ടുകാർക്കുള്ള ഷോപ്പിംഗ് നോക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഇരുട്ടായി. ഇപ്പോൾ 7 മണിയായി. ഞങ്ങൾ ഇനി തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ്. ഇനി സ്ട്രെയിറ്റ് ടു പാലക്കാട്. പാലക്കാട് ജില്ലയാണ്. ഇന്നത്തെ അടിപൊളിയായിരുന്നു. ആകെ കൂടെ പ്രശ്നം വന്നത് ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ബസ് മാറി അടിപൊളിയായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ മാക്സിമം സ്പോട്ട് വിസിറ്റ് ചെയ്തു. ബാംഗ്ലൂർ ഫോറസ്റ്റാണ് എനിക്ക്. ബാംഗ്ലൂർ ഫോറസ്റ്റ്